നമസ്കാരം. കാശ്മീർ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയിട്ട് വിവിധ തരത്തിലുള്ള പരിപാടികൾ നടത്തി മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസും വലിയ വലിയ സമ്മേളനങ്ങളും റാലികളുമൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയാണ്. മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയുമൊക്കെ പങ്കെടുത്ത കഴിഞ്ഞ ദിവസത്തെ തെരഞ്ഞെടുപ്പ് റാലിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി മല്ലികാർജുനൻ ഖാർഗെയെ സാക്ഷിയാക്കിക്കൊണ്ട് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനെ സാക്ഷിയാക്കിക്കൊണ്ട് പ്രസംഗിച്ചത് നരേന്ദ്രമോദിയുടെ മനസ്സിനെ മടിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ അസ്വസ്ഥനാക്കുന്ന തരത്തിലേക്ക് പാർലമെന്റിനെ കൊണ്ടെത്തിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ടാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അസ്വസ്ഥനാക്കുന്ന തരത്തിലേക്ക് പാർലമെന്റിലെ എൻ്റെ ഇടപെടലുകൾ കൊണ്ടെത്തിക്കുവാൻ സാധിച്ചു എന്ന് കാശ്മീരിൽ പോയി രാഹുൽ ഗാന്ധി പ്രസംഗിക്കുവാൻ കാരണമായത് എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകാത്ത ഒരു സംശയം തന്നെയാണ്. പക്ഷേ അത് വളരെ ആ വിഷയത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ നാം പരിശോധിച്ചാൽ അതിന് ഉത്തരം കൃത്യമായിട്ട് കിട്ടും. കാശ്മീർ എന്ന് പറയുന്ന പ്രദേശത്തെക്കുറിച്ച് നമുക്കറിയാം. എന്തായിരുന്നു രാഹുൽ ഗാന്ധി കാശ്മീരിൽ നടത്തിയ പ്രസംഗം? അദ്ദേഹം പറഞ്ഞത് RSSും അതുപോലെ തന്നെ കോൺഗ്രസും തമ്മിലുള്ള ആശയപരമായിട്ടുള്ള സംഘർഷമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ നടക്കാൻ പോകുന്നത് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, കാശ്മീരിലെ സ്വതന്ത്ര സംസ്ഥാന പദവി തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. മാത്രമല്ല കേന്ദ്രഭരണ പ്രദേശങ്ങൾ സംസ്ഥാനത്തിലേക്ക് മാറുന്ന, സംസ്ഥാന പദവിയിലേക്ക് മാറുന്ന ഒരു സ്ഥിതി കണ്ടിട്ടുണ്ട്. സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുന്ന ഒരു സ്ഥിതി ഇപ്പോഴാണ് കണ്ടു തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇദ്ദേഹം അവിടെ പ്രസംഗിച്ച് മുന്നോട്ട് പോയത്. പക്ഷേ ഇതിൽ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാശ്മീർ എന്ന് പറയുന്ന ആ പ്രദേശത്തിൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു വസ്തുതയുണ്ട്. എന്തായിരുന്നു കാശ്മീരിന്റെ ചരിത്രം? ഭാരത സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കപ്പെട്ട ആ കാശ്മീർ, പട്ടേൽ ജവഹർലാൽ നെഹ്റു പോലും ഇന്ത്യൻ യൂണിയനിലേക്ക് കാശ്മീരിനെ ലയിപ്പിക്കുന്ന വിഷയത്തിൽ പരാജയപ്പെട്ടു നിന്നപ്പോൾ RSSന്റെ രണ്ടാം സർസംഘചാലകായിട്ടുള്ള ഗുരുജി ഗോൾവർക്കർ ആയിരുന്നു ആ നിയോഗം പൂർത്തീകരിച്ചത് എന്നുകൂടി നാം കൂട്ടിച്ചേർത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. RSSന്റെ കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനുമായിട്ട് ലയിപ്പിക്കുവാനുള്ള RSSന്റെ ആ നിയോഗം സംഘത്തിന്റെ സർസംഘചാലക് പൂർത്തീകരിച്ചത് വഴി സംഘത്തിന്റെ ആശയവും കോൺഗ്രസിന്റെ ആശയവും തമ്മിലുള്ള സംഘർഷമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാകുന്നത് എന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു പോകുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം നാം മനസ്സിലാക്കണം. ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന് ഈ കാശ്മീരിനെ ഭാരതത്തിനോട് കൂടിയിട്ട് ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ചു ചേർക്കുന്നതിന് താല്പര്യമില്ലാതിരുന്ന ആ സാഹചര്യത്തിൽ സർദാർ വല്ലഭായ് പട്ടേലൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് ഗുരുജി ഗോൾവർക്കറെ ഈ ദൗത്യമേൽപ്പിക്കുകയും അത് വിജയകരമായിട്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന സംഘടന പൂർത്തീകരിക്കുകയും ചെയ്തു. അപ്പോൾ ആശയപരമായിട്ടുള്ള സംഘടനം ആണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാക്കുന്നത് എന്ന് പറയുമ്പോൾ കാശ്മീരിനെ പാകിസ്ഥാന് തീറെഴുതി കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഗ്ദാനമാണ്, തീവ്രവാദികൾക്ക് നൽകിയ ഒരു വാഗ്ദാനമാണ് ഈ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിച്ചുകൊണ്ട് രാഹുൽ പൂർത്തീകരിച്ചത് എന്ന് നമുക്ക് ന്യായമായിട്ടും സംശയിക്കേണ്ടി വരും. മാത്രമല്ല അയാൾ പറയുന്നത് എന്താണ്? നാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസ് സംഘടനയൊക്കെ പറയുന്നത് പോലെ ജയിലിൽ കിടക്കുന്ന എല്ലാ തടവുകാരെയും മോചിപ്പിക്കാം എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അവിടെ ഉന്നയിക്കപ്പെടുന്നത്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നാടിൻ്റെ പുരോഗമനത്തെക്കുറിച്ച്, ജനങ്ങൾക്ക് ജലസേചന സൗകര്യമുണ്ടാക്കുന്നതിനെക്കുറിച്ച്, പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച്, ജനങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നതിനെക്കുറിച്ച്, പാർപ്പിട നിർമ്മിക്കുന്നതിനെക്കുറിച്ച്, ഇങ്ങനെ ഒട്ടനവധി നാടിൻ്റെ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിലൊക്കെ പ്രഖ്യാപിക്കാറുണ്ട്. പക്ഷേ തീവ്രവാദ ബന്ധമുള്ള ഇസ്ലാമിക ഭീകരവാദികളുമായിട്ട് അടുപ്പമുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ അവിടെ പ്രഖ്യാപിക്കുന്നത് എന്താണ്? ജയിൽ കിടക്കുന്ന തീവ്രവാദികളെയൊക്കെ മോചിപ്പിച്ചു തരാം, അതുപോലെ തന്നെ അവിടെ നിന്ന് നീക്കം ചെയ്ത 370-ാം വകുപ്പ് പുനഃസ്ഥാപിക്കാം. കാശ്മീരിൽ എന്തായിരുന്നോ പഴയ കാലത്ത് നിലനിന്നിരുന്ന സാഹചര്യം, ആ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക്, ആ സംഘർഷ സാഹചര്യത്തിലേക്ക്, ഭീകരന്മാരുടെ അഴിഞ്ഞാട്ട ഭൂമിയായിട്ട് കാശ്മീരിനെ വീണ്ടും മാറ്റുന്ന സാഹചര്യത്തിലേക്ക് കാശ്മീരിനെ കൊണ്ടെത്തിക്കാം എന്നൊക്കെയുള്ള പരസ്യ പ്രഖ്യാപനവും
ഭരണവുമായിട്ട് അവിടുത്തെ തീവ്രവാദ ബന്ധമുള്ള രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വരുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് അടിവരയിട്ട് പിന്തുണ നൽകുന്ന തരത്തിലേക്ക് ഈ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന രാഹുലിന്റെ പ്രസംഗം ചെന്നെത്തുന്നുവെങ്കിൽ രാജ്യം അപകടത്തിലാണ് എന്ന് തന്നെ നാം പറയേണ്ടി വരും. രാജ്യത്തിന്റെ ഭരണകൂടം അതീവ ജാഗ്രതയിൽ ഈ വിഷയത്തെ നോക്കിക്കാണണമെന്ന് നാം അടിവരയിട്ട് പറയേണ്ട വിഷയം തന്നെയാണ്. രാഹുൽ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് തീവ്രവാദികൾക്കുള്ള പിന്തുണ തന്നെയാണ്. കാശ്മീരിനെ പാകിസ്ഥാന് തീരെഴുതുവാൻ വേണ്ടിയിട്ടുള്ള പിന്തുണ തന്നെയാണ് രാഹുൽ പറഞ്ഞു വയ്ക്കുന്നത്. രാഹുൽ പറയുന്നത് ആശയപരമായിട്ടുള്ള RSSും കോൺഗ്രസും തമ്മിലുള്ള സംഘർഷം എന്ന് പറയുമ്പോൾ കാശ്മീരിനെ ഈ ഇന്ത്യൻ യൂണിയനുമായിട്ട് കൂട്ടിച്ചേർത്തത് അത് RSSന്റെ സംഘചാലകമായിട്ടുള്ള ഗുരുജി ഗോൾവർക്കർ എന്നുള്ള വ്യക്തിയുടെ അക്ഷീണ പരിശ്രമത്തിലൂടെയാണ് എന്ന് ഇന്ത്യൻ ചരിത്രം, ഭാരത ചരിത്രം പരിശോധിക്കുന്ന ഓരോ വ്യക്തിക്കും മനസ്സിലാക്കുമ്പോൾ ആ ആശയങ്ങൾ തമ്മിലുള്ള സംഘർഷം എന്ന് കാശ്മീരിൽ ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ പ്രഖ്യാപിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇസ്ലാം ഭീകരവാദികളുടെ ഒത്താശയുണ്ട് എന്നുള്ളത് നാം വളരെ ഭീതിയോടെ ഓർക്കേണ്ടതാണ്. വളരെ കരുതലോട് കൂടിയിട്ട് നാം നോക്കിക്കാണേണ്ടതാണ്. നന്ദി, നമസ്തേ.